ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആണ് ഗായ്സ് നമ്മളെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ ഒരു ന്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഗായ്സ് ഞാൻ ഇന്നെന്തായാലും വന്നേക്കണം. അപ്പം എൻ്റെ ചാനലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ആകത്തുള്ളൂ. അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഏതാണ് സർവീസ് സെൻറ്ററിൽ ഞാനൊക്കെ എന്തായാലും നിൽക്കുകയാണ്. ഞാൻ എന്തിനാണ് നിൽക്കണതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മുടെ ഫോർച്യൂണറുകളൊക്കെ ഇവിടെ ശരിയാക്കാനായിട്ട് ഞാൻ കൊടുത്തിരുന്നത്. ചില ആ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി സ്ക്രാച്ചായി അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്ന് റെഡിയാക്കാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ട് എന്തായാലും ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആകെ വണ്ടികൾ കൂടിയിട്ടുണ്ട്. വന്നപ്പം ഇതാകെ ഈ ഈ ഇടിച്ച സ്വിഫ്റ്റിൽ ഈ ഗ്ലാസ് പൊട്ടി ചെയ്തു. ഈ ഒമിനി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഈ ബൈക്കും ഉണ്ടായിരുന്നു, ഈ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അതേപോലത്തെ ഒരു ലെജൻഡർ വിന്നേയും കിടപ്പുണ്ട്. ഒരു ഫോർച്യൂണർ ഇവിടെ കിടക്കണ്, അപ്പുറത്തൊരു ഫോർച്യൂണർ കിടക്കണ്, അതിൻ്റെ അകത്തൊരു ഫോർച്യൂണർ കിടക്കണ്. പിന്നെ ഞാൻ എന്തായാലും നമ്മുടെ ഫോർച്യൂണറിൻ്റെ കളറുകളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് അവരോട് പറഞ്ഞിരുന്നു. അവരെന്തായാലും അതുങ്ങളൊക്കെ മാറ്റി വണ്ടി ഫുള്ള് സെറ്റാക്കി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന നമ്മുടെ വണ്ടിയാണ്. ഇവിടെ ഇതിൻ്റെ അകത്ത് പിന്നെ 2 ഫോർച്യൂണർ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെന്ന് വെച്ചാൽ SUV-കൾക്ക് മാത്രമായിട്ടുള്ള ഒരു സർവീസ് സെൻ്ററാണ്. SUV എന്ന് വെച്ചാൽ SUV, ഹാച്ച് ബാക്ക്, കോമ്പാക്റ്റ് അങ്ങനത്തെ വണ്ടികൾ, പിന്നെ നമ്മുടെ ഈ ഒമിനി ഇങ്ങനത്തെ വണ്ടികൾ, പിന്നെ ജീപ്പുകൾ അങ്ങനത്തെ വണ്ടികളൊക്കെ റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ സെഡാൻ അവരെന്തായാലും റിപ്പയർ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു സെഡാൻ വണ്ടികളും കാണാത്തത്. ഇവിടെ എല്ലാ SUV, ഹാച്ച് ബാക്കും പിന്നെ നമ്മുടെ ഇങ്ങനത്തെ വാൻ ടൈപ്പ് വണ്ടികളാണ് കണ്ടത്. പിന്നെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്, അത് ഇതിൻ്റെ ഓണറിൻ്റെയാണ്. കാറും കിടപ്പുണ്ട്, അതും ഈ പുള്ളിക്കാരൻ്റെ ആണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ കീകളൊക്കെ നമുക്ക് കിട്ടി. നമ്മളെന്താണ് കളറുകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നല്ലേ നമ്മൾ ഈ വണ്ടി അടിച്ചു മാറ്റിയത്. അതുകൊണ്ട് തന്നെ അവൻ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ വണ്ടി. അതുകൊണ്ട് അവൻ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കളർ മാറ്റിയത്. മാത്രമല്ല ഈ ബ്ലാക്ക് അടിച്ചപ്പോൾ ഒടുക്കത്തെ ലുക്കാണ് വണ്ടിക്ക്. അയ്യോ, എൻ്റെ ബാക്ക് കാലൊന്നും പോകത്തില്ല. ഇവിടെ മൊത്തം വണ്ടികളെ കൊണ്ടുവന്ന് ഇറങ്ങി കിടക്കാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒമിനി എടുത്തൊന്ന് മാറ്റാം. ഈ വണ്ടിയൊന്നും ലോക്കല്ല. ഒരു വണ്ടി ലോക്കല്ല. പുതിയ സ്വിഫ്റ്റിലൊക്കെ കയറി നോക്കി. പുതിയ സ്വിഫ്റ്റാണ്, പക്ഷെ അത് ഇടിച്ചു. ഒമിനി അങ്ങോട്ട് കയറ്റിയിടാം. ചെറുതായിട്ടൊന്ന് തട്ടി, പക്ഷെ കുഴപ്പമില്ല, അത് റിപ്പയർ ചെയ്യാൻ വെച്ചിരിക്കണ വണ്ടി. അയാൾ നമ്മളവിടെ പറഞ്ഞ് ഒമിനി എടുത്തൊന്ന് മാറ്റിയിട്ട് ആ വണ്ടി കൂടെ എടുത്തിട്ടൊന്ന് പോയാൽ മതി എന്നൊക്കെ. കുഴപ്പമൊന്നുമില്ല, ലോക്കല്ലോ. എല്ലാം നമ്മളോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ അകത്ത് എല്ലാത്തിലും കീരിയാണ്. കള്ളന്മാർക്കാണെങ്കിൽ ഈസി ആയിട്ട് അടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഈ ഫോർച്യൂണർ മറ്റേൻ്റെ പക്ഷേ കീ പുള്ളിക്കാരൻ്റെ കയ്യിലില്ല. ആ വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ എൻ്റെ കീ കളഞ്ഞുപോയി. പക്ഷെ ആ വണ്ടിയിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് അത് അനങ്ങൂല. അതുകൊണ്ട് ഈ ഫോർച്യൂണർ നീക്കേണ്ടി വരും. അയ്യോ, ഇച്ചിരി പാടാണ്. ഇവിടെ ഇങ്ങനെ ഇട്ടാൽ മതിയെന്ന് തോന്നുന്നല്ലേ. അയ്യോ, ബൈക്ക് തട്ടല്ലേ, ചെറുതായിട്ടൊന്നും തട്ടിയിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. അയ്യോ, അയാൾ അവിടെ നിന്ന് കണ്ടെന്ന് തോന്നുന്നത് ബൈക്ക് തട്ടിയേ. അതൊന്നും ഒരു സാരമേ അല്ല. നമുക്ക് ഫ്രണ്ടിൽ കൂടെ എടുക്കാറുണ്ട്, പക്ഷെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്, കറക്കി എടുക്കേണ്ടി വരും. ഈ സർവീസ് സെൻ്ററിൽ ഒരു മുടിക്കലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ സർവീസ് സെൻ്റർ കാണുമ്പോൾ ഒറ്റ ഫ്ലോറെങ്കിലും ഉള്ളെങ്കിൽ ഈ സാധനം 5-6 ഫ്ലോറുണ്ട്. അതാണ്. വണ്ടി പോകുന്നുണ്ട്, സൈഡ് ചെറുതായിട്ട് ഒരയുന്നുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, വണ്ടിയായ പിന്നെ തട്ടൂല. മറ്റേ വണ്ടി ഇയാൾ എന്തിനാണെന്ന് പറഞ്ഞത്. വണ്ടി എടുക്കാൻ പറ്റണില്ല, വണ്ടിയുടെ സ്റ്റക്കായി പോയി. നമുക്കൊന്ന് ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ടൊന്ന് ആ വണ്ടി ഒന്ന് തള്ളിയൊന്ന് കുറച്ച് സൈഡിലോട്ട് മാറ്റാം. ഇത് ഓണാവേന്നില്ല, പക്ഷേ എന്നാലും നമുക്ക് ഹാൻഡ് ബ്രേക്ക് മാറ്റി കുറച്ച് ഉന്തി ഫ്രണ്ടിലോട്ടാക്കാം. എന്താ പാടി, ഫോർച്യൂണറാണെങ്കിൽ പോണില്ല.
ഓക്കെ, ഞാനിങ്ങനെ ഒരു ഉന്തി പാടോട്ട് വണ്ടി ഒന്ന് സൈഡിലോട്ട് നോക്കിയിട്ടുണ്ട്. ഏറ്റവും മുമ്പോ ഇത് ഉരുട്ടാൻ എന്ത് പാടാണ്. ഇതിൻ്റെ അല്ലേ ബ്രേക്കും ഫുള്ളായിട്ട് പോയി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ട് വണ്ടി ഒരു ഉരുട്ടി 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 ഒരു തേരിയിലെ കൊണ്ടുവന്ന വണ്ടി ഉരുണ്ട് നേരെ അങ്ങ് ബാക്ക് ഇട്ടു. ഓക്കെ, അതാണ് ഇതിൻ്റെ കുഴപ്പം. അയ്യോ, നമുക്കപ്പോൾ നമ്മുടെ ഫോർച്യൂണർ എടുത്തുകൊണ്ട് പോയി. ഇവിടെ നിന്ന് സമയം പോയിട്ടുണ്ട്. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഫോർച്യൂണർ എടുത്തിട്ടുണ്ട്. മറ്റൊരു പൊളിഞ്ഞ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഫോർച്യൂണർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എന്തായാലും വീട്ടിൽ പോകാം. ഓക്കെ ഓക്കെ, പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അവനെന്തായാലും നമുക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് വളരെ നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് കണ്ടുപിടിക്കാൻ വളരെ ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കളർ മാറ്റി. ഓക്കെ, വേറൊരു കാര്യം കൂടെ, ഞാൻ പുതിയതായിട്ടൊരു നമ്പർ പ്ലേറ്റുകളൊക്കെ വണ്ടിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്പർ പ്ലേറ്റുകളൊക്കെ വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ല കേട്ടോ വണ്ടിക്ക്. 2 നമ്പർ പ്ലേറ്റ് ഇളക്കിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റുകളൊക്കെ ഇപ്പോൾ വണ്ടിക്ക് എന്നാലും വെച്ചിട്ടില്ല. നമ്മൾ പെയിൻ്റ് അടിച്ചൊന്ന് സീനാക്കി ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കെന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ നൈസായിട്ട് എന്തായാലും നമ്മുടെ വീടിൻ്റെ അകത്തോട്ടേറ്റ്. അയ്യോ, ഓക്കെ, ഞാൻ ചാടി കയറിയാണ്. വണ്ടി എൻ്റെ ഇടയിൽ കൂടെ ചാടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്കിപ്പോൾ വണ്ടികളൊക്കെ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാം. ഇവിടെ വേണ്ട നമുക്ക് ഗാരേജിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാം. നമ്പർ പ്ലേറ്റും പെയിൻറ്റും എല്ലാം വച്ചാലും ചിലപ്പോൾ അവൻ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വീട്ടിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റണം. ഓക്കെ, എന്തായാലും ഞാൻ കുറച്ച് നേരം ഒന്ന് പോയി കിടന്നിട്ട് വരട്ടെ. ഓക്കെ ഓക്കെ ഗായ്സ്, ഞാൻ ഇവിടെ കുറച്ച് നേരം എന്നാലും കിടന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ ഈ ഒരു ഫോർച്യൂണറിൽ കയറാം. ഈ വണ്ടി ഇവിടെ വെച്ചേക്കണം ഒട്ടും സേഫ് അല്ല കേട്ടോ. എപ്പോഴാണെങ്കിലും പോലീസ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷനുകളൊക്കെ ചെറുതായിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അല്ലെ ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നേനെ. ഇപ്പം എന്തായാലും വണ്ടി എടുത്ത് സ്ഥലം വരെ പോവാണ്. കാരണം വെച്ചാൽ നമ്മുടെ പോലീസുകാരുകളൊക്കെ നമ്മുടെ വീട്ടിലുകളൊക്കെ വരെയാണ്. എൻ്റെ കാരണം വെച്ചാൽ അവരെന്തായാലും നമ്മുടെ വീട്ടിലുകളൊക്കെ എന്തായാലും വരാനാണ്. ഓക്കെ, എന്നുവെച്ചാൽ അവനെന്തായാലും നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ അല്ലാതെ തന്നെ അറിയാം. അതല്ലാതെ നമ്മുടെ സ്വിഫ്റ്റ് അവിടെ കിടക്കുകയല്ലേ, നമ്മുടെ പുതിയ സ്വിഫ്റ്റ്. ഓക്കെ, നമ്മുടെ സ്വിഫ്റ്റ് അവിടെ കിടക്കുകയല്ലേ, നമ്മൾ ഇന്നലെ നമ്മുടെ സ്വന്തം കാറുള്ള സ്വിഫ്റ്റ്, അത് നമ്മൾ എടുത്തില്ലായിരുന്നല്ലോ. ആ വണ്ടി അവിടെ കിടക്കില്ല. അതിലല്ലാതെ തന്നെ നമ്മുടെ വീടിൻ്റെ GPS ഫുൾ ട്രാക്കറുണ്ട്, ഫുള്ളായിട്ടുള്ള. അല്ലാതെ തന്നെ അവന് നല്ല വ്യക്തമായിട്ട് അറിയാം നമ്മുടെ വീടിൻ്റെ വഴി. അപ്പോൾ അവന് GPS ട്രാക്കർ കൂടെ കിട്ടിയ സൂപ്പറല്ലേ. അവൻ ആ ട്രാക്കർ എടുത്തോണ്ട് നമ്മളെ ഹാക്ക് ചെയ്ത് ഗൈസ്. അവൻ ഇപ്പം നമ്മുടെ വീടിലോട്ട് വരാനായിട്ട് നിൽക്കുകയാണ്. ഇതാണ് അവൻ്റെ വീട്. ഞാൻ എന്തായാലും ഫോർച്യൂണർ എടുത്തോണ്ട് കത്തിച്ച് വിടാണ്. എന്തായാലും പോലീസ് വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും കുറച്ച് ദൂരത്തായിട്ട് നമ്മുടെ അച്ഛൻ്റെ തന്നെയായിട്ടുള്ള പഴയൊരു കാർ ഗറാജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തായാലും നമുക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് പാർക്ക് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചു. നോക്കി നമ്മുടെ അച്ഛന് പോലും സത്യത്തിൽ അറിഞ്ഞൂടാ നമ്മൾ വണ്ടി അടിച്ച് മാറ്റിയതൊക്കെ. ഈ വണ്ടി ഞാൻ ഇന്നലെ ഷെഡിൽ വെച്ചെങ്കിലും ഈ വണ്ടി സത്യത്തിൽ ഇന്നലെ രാത്രി ഈ വണ്ടി ഞാൻ നേരെ എന്തായാലും നമ്മുടെ ഏതാണ് സർവീസ് സെൻറ്ററിൻ്റെ വെളിയിൽ ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ പാർക്ക് ചെയ്തത്. എന്നിട്ട് ഞാൻ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെയൊക്കെ ഫുള്ളായിട്ടൊരു തുണിയൊക്കെ വെച്ച് കെട്ടിയിരുന്നു. ചിലപ്പോൾ രാത്രി അത് പിടിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും പക്ഷെ ആരും തന്നെ എന്തായാലും ഇല്ലായിരുന്നു. ഓക്കെ, എന്തായാലും അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, പിന്നെ വേറെ കുഴപ്പമുണ്ട്. ഇവൻ്റെ വണ്ടി എവിടെയെങ്കിലും വെച്ച് കണ്ടു കിട്ടണവരാണെങ്കിൽ ഈ നമ്പറിലോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞ് അവൻ വേറൊരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ ആരാണ് ഏറ്റവും ആദ്യം നമ്പർ വിളിച്ച് പറയണത് അവർക്ക് 1,00,000 രൂപ കൊടുക്കുമെന്നാണ് പറയണത്. ഓക്കെ, ഈ ഫോർച്യൂണർ വേണ്ടിയിട്ട് എന്തിനാത് എത്രയും പാടുള്ളതാണ്. കാരണം നല്ല അവനെ പുതിയ വണ്ടി വെച്ചോടെ. നമ്മളാണെങ്കിൽ പാവങ്ങളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി അടിച്ച് മാറ്റിയത്. അതാ വണ്ടിയല്ലേ ഒരു പെണ്ണും പിള്ള അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇത് തന്നെയല്ലോ. എടി ഇത് മറ്റേ പയ്യൻ്റെ വണ്ടിയല്ലേ, രാവിലെ TV-യിൽ ന്യൂസ് വന്ന ഇവൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് ആദ്യം പറയണ ആൾക്ക് 1,00,000 രൂപ കിട്ടുമെന്ന്. അത് തന്നെ കറക്റ്റ്. അയ്യോ ഗായ്സ്, നൈസായിട്ട് പണി പാളി.
നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് പോകാമാതിരി നല്ലത്. അയ്യോടാ വണ്ടി എടുത്തോണ്ട് പോണ് ഗൈസ്. അവളിൽ നൈസായിട്ട് നമ്മളെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കെന്തായാലും നേരെ എന്തായാലും അവിടെ പോയിട്ട് അവൾക്കിട്ട് 2 പൊട്ടിക്കുക. അവൾ നമ്മളെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആകുമ്പോ ഇവിടെ കൊന്നുകളെങ്കിലേക്ക് ഈ സീനാണ്. അയ്യോ എന്നെ കൊല്ലല്ലേ, അയ്യോ ഞാൻ പറയല എന്നെ കൊല്ലല്ലേ, അയ്യോ എന്നെ കൊല്ലല്ലേ. ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, അതോടെ ഓടിപ്പോയാ. അയ്യോ അയാളെ നോക്കിക്കൊണ്ടിരുന്ന കാര്യമില്ല, പെട്ടെന്ന് വണ്ടി ഇട്. അയ്യോ ഇവർ ചത്ത് എന്ന് തോന്നേട്ടാ. പക്ഷേ എൻ്റെ പൊന്നെ ഇവർക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു, എന്നാ അവർ ചാവൂലായിരുന്നു എന്ന്. പോലീസിനെയൊക്കെ വിളിച്ചേക്കണേ, എന്ത് കഷ്ടമാണേ. അവന്മാരാണ് ഇപ്പൊ വരും പറന്ന്. ഇനി നമുക്ക് രക്ഷയില്ല ഏട്ടാ. എൻ്റെ അമ്പോ ഇവൻ ചുമ്മാ ആൾക്കാരെ പറ്റിക്കുകയാണല്ലോ. അവൻ കൊടുക്കുകയൊന്നുമില്ല, അവൻ പഠിച്ച കളനാണ്. പണ്ട് എൻ്റെ എത്ര രൂപ വാങ്ങിച്ചോണ്ടേ അത് വേണം ഇത് വേണമെന്ന്. അവൻ കോടീശ്വരനാണ്. എന്നിട്ട് ഒരു തേങ്ങയും തന്നില്ല അവൻ നമുക്ക്. എൻ്റെ അമ്പോ ഈ ഫോർച്യൂണർ വെച്ചോണ്ട് ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ ഇച്ചിരി പാടാണ്. എൻ്റെ അമ്മ അവിടുന്ന് 4 സൈഡിൽ നിന്ന് അവന്മാർ വരെയാണ്. എന്തായാലും ഇങ്ങനെ ഒന്നൊരു ടേൺ എടുക്കുക. എൻ്റെ ആകുമ്പോൾ ഇവിടെ ഫുള്ള് കൊണ്ടേ ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ കാര്യമല്ലേ. എന്തായാലും വണ്ടി ഇവിടെ ഇപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്തിങ്ങനെ എന്തായാലും പോവേണം. പോലീസുകാരങ്ങളൊക്കെ അവിടെ നിന്ന് വരെയാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഇപ്പോൾ ആരൊക്കെ ഇടിച്ചെന്തായാലും ഇടയാണ്. എന്തായാലും അവൻ ചെയ്തത് ഇച്ചിരി പാടായിപ്പോയി. ഈ വണ്ടി അടിച്ചു മാറ്റേണ്ടായിരുന്നെന്നാണ് ഇപ്പം എനിക്ക് തോന്നണത്. കാരണം വെച്ചാൽ സത്യത്തിൽ അവന് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യായിരുന്നു. അതിലൊരെണ്ണം അവൻ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ അമ്പോ പണിപാളി. ഈ വണ്ടിയുടെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയി. അയ്യോ ഇത് കയറണില്ല. അയ്യോ ഈ വണ്ടിയുടെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയടേ. അയ്യോ ഇതിൻ്റെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയി. അയ്യോ ഇതൊന്നും പോണില്ല. അയ്യോ ഇതെന്ത് പറ്റിയ? എനിക്കറിയൂടെ. പോലീസ് ഇപ്പോൾ വരും, നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിയേ. എൻ്റെ പൊന്നെ അവൻ്റെ വീട്ടിൽ തന്നെ ഫ്രണ്ടിൽ കൊണ്ട് ചാടി കൊടുത്തല്ലോ. എന്നാൽ ഇതിനെന്ത് പറ്റി? ഇതിൻ്റെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയി. എനിക്കെന്തായാലും അറിഞ്ഞൂടാട്ടെ. എന്തായാലും പോലീസ് തന്നെ പിടിക്കാനുള്ള കാര്യത്തിൽ അറിയാം. ഓക്കെ ഗായ്സ്, അപ്പം ഇതിൻ്റെ അടുത്ത വീഡിയോ എന്തായാലും നമ്മളെന്തായാലും നാളെ ഞാനൊക്കെ എന്തായാലും ഉറപ്പായിട്ട് എന്തായാലും ഇടുന്നതാണ്. ഇതൊരു കിടുക്കാച്ചായിട്ടുള്ളൊരു പാർട്ട് ഞാനൊക്കെയാണ്. അപ്പം ഇതിലായിട്ട് നമ്മുടെ ചാനൽ ഒരായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലും എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആകത്തുള്ളൂ. അപ്പം അടുത്തൊരു കിടുന്ന വീഡിയോ കാണുന്നവർക്ക് ഗുഡ് ബൈ, ടേക്ക് കെയർ.